ഭ ഭ ഭ പഴത്തിൽ ചവിട്ടണോ? വേണ്ട. ചവിട്ടിയാലോ? വേണ്ട. ഇതിലും ഭേദം എൻ്റെ പൊന്നു ദിലീപേട്ട ആ പഴത്തൊലി ചവിട്ടുന്നത് തന്നെയായിരുന്നു. പോട്ടെ നാശം. ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടിരിക്കുകയായിരുന്നു. ഞാൻ ഇന്നലെ തന്നെ സിനിമ കണ്ടാണ്. റിവ്യൂ പറയാൻ ഞാൻ മടിച്ചതാണ്. കാരണം എൻ്റെ ചാനലിലൂടെ തന്നെ വന്ന് പറഞ്ഞു, ഒരു കേസിൻ്റെ പേരിലോ അങ്ങനെയുള്ള ആരോപണങ്ങൾ പറ്റിയില്ലോ മലയാള സിനിമയെ നമ്മൾ ബോയ്ക്കോട്ട് ചെയ്യരുത്. ഈ ചാനൽ തന്നെ നോക്കിയാൽ നിങ്ങൾക്കറിയാം, ബോയ്ക്കോട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞു. ഞാനും പോയി കണ്ടു. നമ്മുടെ നിലപാടുകൾ എന്തായിക്കോട്ടെ, സിനിമയെ വിജയിപ്പിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പോയി കണ്ടതാണ്. ഇതിനും ഭേദം പഴത്തൊലി ചവിട്ടുന്നതായിരുന്നു. ഭാഗ്യത്തിന് ഞാൻ ഈ പഴം തിന്നു. ആ പടം ഇത്ര ഉപയോഗിക്കുന്ന വാക്കുകൾ സൂക്ഷിച്ച് വേണം എന്നുള്ളതുകൊണ്ട് മാത്രം പറയുകയാണ്, ഇതൊരു അപരാധ പടമായിരുന്നു. ഇത് നോ ലോജിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എഴുതി അവസാനം ഫാഹിൻ ഷഫീറും നൂറിനും കൂടെ അവരുടെ ലോജിക്ക് അവർക്കേ ഭ്രാന്തായി. അവസാനം പറഞ്ഞ് ഇത് ഭ്രാന്ത് പടമാണ്. അതിൻ്റെ പാട്ടില്ലേ, ആ പാട്ടില്ലേ അഴിഞ്ഞാട്ടം, അതുപോലെ തന്നെയാണ് മുഴുവൻ സിനിമയും. ഇത്രയേറെ തരത്തിൽ ഇതിലും ഭേദം പഴയ യൂണിവേഴ്സിലുള്ള കോമഡികളായിരുന്നു. പഴയ യൂണിവേഴ്സിലുള്ള കോമഡികളാണോ? അല്ല. എന്നാൽ ഇതൊരു റീലാണോ? ഒരുമാതിരി ബോറടിപ്പിക്കുന്ന വട്ട് കാര്യങ്ങൾ സ്പീഡിൽ പടപടപടാന്ന് കാണിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ മൊബൈലിൽ ഇങ്ങനെ റീൽ മാറ്റി നമ്മൾ ഇൻട്രസ്റ്റ് ഉള്ള സ്ഥലത്ത് നമ്മളിങ്ങനെ നോക്കിയിരിക്കും. ഇവിടെ നോക്കിയിരിക്കാൻ ഒന്നുമില്ല, ഓർമ്മയിലൊന്നുമില്ല. എനിക്ക് ഈ പടത്തിൽ ഒരു സ്ഥലത്ത് ചിരിക്കാൻ പോലും പറ്റിയിട്ടില്ല. ഇനി ആരൊക്കെ എന്ത് പറഞ്ഞാലും, എത്ര ആൾക്കാർ വന്ന് വീഡിയോയുടെ അടിയിൽ തെറി പറഞ്ഞു കഴിഞ്ഞാലും, ഇത് സത്യസന്ധമായിട്ട് കാശ് കൊടുത്ത് സിനിമ കണ്ട എൻ്റെ അനുഭവമാണ്. ഇത്രയേറെ ബോറടിപ്പിച്ച, ഇത്രയേറെ തരത്തിൽ മനുഷ്യനെ പ്രാന്തനാക്കിയ, ഇത് മാഡ്നസ് ആ മാഡ്നസ് അല്ല, ഇത് ശരിക്കും നിങ്ങൾ ഇത് നിങ്ങൾ തിയേറ്ററിലോ അതല്ലെങ്കിൽ ടി വിയിലോ വന്ന് കഴിയുമ്പോൾ, നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്കറിയത്തില്ല എന്ത് കണ്ടിട്ടാണ് ഇവിടെ ഒത്തിരിയേറെ പോസിറ്റീവ് റിവ്യൂകൾ ഈ സിനിമയ്ക്ക് വരുന്നതെന്ന്. ഈ സിനിമയുടെ ഡയറക്ടോറിയൽ ഡിബറ്റ്, എൻ്റെ പൊന്നണ്ണ ധനരാജ് ശങ്കർ, ഇതിലും ഭേദം വല്ല പണിയെടുത്ത് ജീവിച്ചുകൂടെ എന്ന് ചോദിക്കുന്ന പോലെ അത്രയേറെ വൃത്തികെട്ട അപരാധിച്ച ഒരു സിനിമ. ആ സിനിമയ്ക്ക് കുട പിടിക്കാനായിട്ട് ഇതിനകത്ത് ദിലീപ് ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് ഫുള്ള് വെറുപ്പിച്ച് പഴയ റെഫറൻസുകളിട്ട് ദേവനും നമ്മുടെ സലീം കുമാറും എല്ലാവരും ഒന്നിനൊന്ന് വെറുപ്പിക്കും. ഇനി നമ്മുടെ ലാലേട്ടൻ വരുന്നുണ്ട് സെക്കൻഡ് ഹാഫിൽ. നമ്മൾ ലാലേട്ടൻ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ലാലേട്ടന് വന്നിരിക്കുന്ന മാറ്റങ്ങളെല്ലാം കൊണ്ട് പൊട്ടിച്ച് കളയുന്നത്. പഴയ നസീറിൻ്റെ കാലത്ത് പോലും ഇതിലും നല്ലൊരു വിഗ് കിട്ടും. അതുപോലത്തെ ഒരു കോസ്റ്റ്യൂമും അതിൻ്റെ ഇരട്ടി അപരാധിക്കും. ഇത്രയേറെ എങ്ങനെയാണ് ഈ പടത്തിലൊക്കെ, നമ്മൾ പടത്തിന് ഡേറ്റ് കൊടുത്താലും ഇത്ര ബോധമുള്ള മനുഷ്യനില്ല, ഇത്ര സിനിമയിൽ അഭിനയിച്ച മനുഷ്യനില്ല. അറിയാവുന്നതല്ലേ ഇത് എന്തായി തീരും. ഇപ്പോൾ എന്തെങ്കിലും ഒരു സജഷൻ ഇങ്ങനെ ഡയറക്ടറിനോട് കൊടുത്തുകൂടെ? ഇനി ഇതിനകത്ത് അഭിനയിക്കാനായിട്ട് നമ്മുടെ നിർമ്മാതാവ് ഗോപാലൻ സാറുണ്ട്, നമ്മുടെ കഥ എഴുതിയ 2 പേരുണ്ട്, ഫാഹിൻ സഫറുണ്ട്. അങ്ങേയറ്റ സഫറിങ് ആയിരിക്കും നമുക്ക്. അതുപോലെ തന്നെ നൂറിൻ ഷെരീഫ് അഭിനയിച്ചിട്ടുണ്ട്, ധ്യാൻ റഹ്മാനുണ്ട്, വിനീത് ശ്രീനിവാസനുണ്ട്, ബൈജു ഉണ്ട്, തമിഴ്നാട്ടിൽ നിന്ന് ശാന്തി മാസ്റ്റർ, നമ്മുടെ ശരണ്യ, എല്ലാവരും വന്ന് ഒന്നിനൊന്ന് അവർ എന്തൊക്കെ നല്ലത് ചെയ്തു വെച്ചിട്ടുണ്ടോ അതെല്ലാം ഇല്ലാതാക്കുന്ന ഒരു സിനിമ എന്നാണ് എൻ്റെ സിനിമ അനുഭവം. അത് ബോംബൊക്കെ പൊട്ടിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മൾ ഹോളി ആഘോഷിക്കുന്നത് ഇന്നത്തെ ഒരു 10 വർഷം മുമ്പ് പോലും അങ്ങനത്തെ ബോംബുകൾ സിനിമയിൽ കാണിക്കാറില്ല. ഇതിൻ്റെ അകത്തെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് ഗോപി സുന്ദർ കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ മാക്സിമം കാണാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് റാപ്പുകൾ ഇത് എല്ലാം പെടച്ച് കയറ്റി ഒത്തില്ല. ഷാൻ റഹ്മാൻ്റെ പാട്ടുകളെ കുറിച്ച് നമുക്കൊന്നും പറയണ്ട. ഒന്ന് അഴിഞ്ഞാട്ടം നമ്മൾ കണ്ട് അത് സിനിമയ്ക്കകത്തുണ്ട്. അതുപോലെ തന്നെ ഒരു അവിഞ്ഞ ഒരു സെൻറ്റി സോങ്. ക്രിസ്മസ് തൂക്കുമല്ല പൊട്ടി, ക്രിസ്മസ് പടക്കം പൊട്ടി. അപ്പോൾ ക്രിസ്മസിന് വെച്ചിരുന്ന വലിയൊരു പടക്കമായിരുന്നു ഭ ഭ ബ, അത് ബായായി.
ഇങ്ങനെയൊന്നും ദ്രോഹിക്കല്ലേ.